നമസ്കാരം. ജമ്മു കശ്മീർ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം മേഖലയിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന ഒന്നായി മാറി. എല്ലാ സീറ്റുകളും തൂത്തുവാരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നാഷണൽ കോൺഫറൻസിനും പ്രാദേശിക പാർട്ടികൾക്കും കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് BJP തന്ത്രപരമായ മികവ് ഇവിടെ വിജയം കണ്ടു. പ്രതീക്ഷിച്ച വിജയം നേടാൻ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസിന് കഴിയാതെ പോയതിനു പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എത്രത്തോളം സൂക്ഷ്മവും ഫലപ്രദവുമാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. ജമ്മു കശ്മീരിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ ആഭ്യന്തര ഭിന്നതകളെയും അബ്ദുള്ള കുടുംബത്തിന്റെ കുത്തക ഭരണത്തോടുള്ള അതൃപ്തിയെയും സമർത്ഥമായി ഉപയോഗിക്കാൻ BJPക്ക് കഴിഞ്ഞു. വോട്ടെടുപ്പിലൂടെയുള്ള നേട്ടത്തിനപ്പുറം എതിർചേരിയിൽ നിന്ന് നിർണായകമായ വിമത വോട്ടുകൾ നേടിയെടുക്കാനുള്ള BJPയുടെ ചാണക്യ തന്ത്രപരമായ നീക്കങ്ങൾ ഇവിടെ നിർണായകമായി. ഈ തന്ത്രം ഫലം കണ്ടപ്പോൾ മോദി സർക്കാരിന്റെ കീഴിൽ ജമ്മു കശ്മീരിലെ രാഷ്ട്രീയം മാറി ചിന്തിച്ചു തുടങ്ങി. കശ്മീരിൽ BJPയുടെ ഈ നേട്ടം BJP നടത്തിയ രാഷ്ട്രീയ വിന്യാസത്തിന്റെ വിജയമാണ്. ഇത് BJPയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചതിനപ്പുറം ജമ്മു കശ്മീരിലെ കുടുംബവാഴ്ച രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കി. ദേശീയതയുടെ രാഷ്ട്രീയം മുൻനിർത്തി സാധാരണക്കാരന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള മോദി സർക്കാരിന്റെ നയങ്ങളെ ജനപ്രതിനിധികൾ പിന്തുണയ്ക്കുന്നതിന്റെ കൂടി സൂചനയാണ്. ജമ്മു കശ്മീരിനെ ദേശീയധാരയിലേക്ക് കൊണ്ടുവരാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് ഈ വിജയം കൂടുതൽ കരുത്തു പകരും. ജനാധിപത്യപരമായ തത്വങ്ങൾ മുറുകെ പിടിച്ച് കേന്ദ്ര നേതൃത്വം നടപ്പാക്കുന്ന വികസന നയങ്ങൾക്ക് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പിന്തുണ പോലും ഉറപ്പാക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇത് വരും കാലങ്ങളിൽ കശ്മീർ രാഷ്ട്രീയത്തിൽ BJP ഉണ്ടാക്കാൻ പോകുന്ന വലിയ മുന്നേറ്റത്തിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം കശ്മീരിൽ സ്ഥാപിതമായ താൽപര്യങ്ങൾക്ക് സംഭവിച്ച രാഷ്ട്രീയപരമായ ക്ഷീണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പ്രാദേശിക പാർട്ടികളുടെ പ്രവർത്തന ശൈലിയിലെ കാലാഹരണപ്പെട്ട ചിന്തകൾ BJPക്ക് എളുപ്പത്തിൽ മുതലെടുക്കാൻ സാധിച്ചു. മോദിയുടെ ഗ്യാരണ്ടി എന്ന വികസന കാഴ്ചപ്പാടിന് ഭരണഘടനയുടെ ഫെഡറൽ സ്പിരിറ്റിനെ മാനിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായി തുടരുമ്പോഴും BJP ലക്ഷ്യമിടുന്നത് ജനകീയ അടിത്തറ വികസിപ്പിക്കാനാണ്. വിമത വോട്ടുകൾ എന്നത് പ്രാദേശിക നേതാക്കൾക്ക് അവരുടെ പാർട്ടിയോടുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഈ വിജയം സംഘടനാ തലത്തിൽ BJP നടത്തിയ അണിയറ നീക്കങ്ങളുടെയും രാഷ്ട്രീയ തന്ത്രപരമായ ഇടപെടലുകളുടെയും ഫലമാണ്. കശ്മീരിലെ ദുർബലമായ പ്രതിപക്ഷ ഐക്യത്തെയും അധികാരമോഹത്തെയും സമർത്ഥമായി തങ്ങളുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ അനുകൂലമാക്കി മാറ്റാൻ BJPക്ക് കഴിഞ്ഞു. പലപ്പോഴും പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളെക്കാൾ വ്യക്തിഗത താല്പര്യങ്ങൾക്കാണ് ചില നേതാക്കൾ പ്രാധാന്യം നൽകുന്നതെന്ന് BJP തിരിച്ചറിഞ്ഞു. ഇതിലൂടെ കശ്മീരിലെ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ മോദി അമിത്ഷാ ടീമിന്റെ അത്യധികം കൃത്യതയാർന്ന ആസൂത്രണം ഫലപ്രാപ്തിയിലെത്തി. രാജ്യസഭയിലെ ഈ വിജയം കശ്മീരിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഒരു വ്യക്തമായ മുൻതൂക്കം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വികസനത്തിന്റെ രാഷ്ട്രീയം എന്ന മുഖമുദ്ര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് കശ്മീരിലെ ജനപ്രതിനിധികൾക്കിടയിൽ പോലും ലഭിക്കുന്ന സ്വീകാര്യതയുടെ കൂടി തെളിവാണ്. ജനകീയ അടിത്തറ വികസിപ്പിക്കാൻ കശ്മീർ രാഷ്ട്രീയത്തിൽ BJP നടത്തുന്ന ശ്രമങ്ങളെ ഈ രാജ്യസഭാ വിജയം ഊട്ടിയുറപ്പിക്കുന്നു. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വ്യക്തമായ ആധിപത്യം നേടാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.